മുൻമന്ത്രി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. താനൂരിലെ വീട്ടിൽ വെച്ച് ഇന്ന് രാവിലെയാണ് അന്ത്യം സംഭവിച്ചത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്നു. 3 തവണ MLA ആയിരുന്നു. കുട്ടി അഹമ്മദ് കുട്ടിയുടെ വേർപാടിൽ കടുത്ത ദുഃഖമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വളരെ പരിണതപ്രജ്ഞനായിരുന്ന ഒരു നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും ശ്രദ്ധേയമായ സേവനം നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. വളരെ നല്ലൊരു വായനക്കാരനായിരുന്നു അദ്ദേഹം. വളരെ നല്ല സുഹൃത്തായിരുന്നു. ഞങ്ങളൊക്കെ ആയിട്ട് ദീർഘകാലത്തെ ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കടുത്ത ദുഃഖം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗത്തിലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടുള്ള പ്രയാസത്തിലും പങ്കുചേരുക. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ, എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തിയായിരുന്നു. ലീഗിലെ തന്നെ ഒരു ബുദ്ധിജീവി പരിവേഷമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഭിന്നശേഷിക്കാർക്കടക്കമായി ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ തൻ്റെതായ രീതിയിൽ ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെയാണ്. അത് 2004 മന്ത്രിസഭയുടെ കാലത്തായാലും പിന്നീടായാലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ എങ്ങനെയാണ് ലീഗിൻ്റെ അനുഭാവികളും അണികളും നേതാക്കളും ഒക്കെ ഉൾക്കൊള്ളുന്നത്? സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമായോ? നിശ്ചയമായും സുജയ പാർവതി, കേരള രാഷ്ട്രീയത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ വിയോഗം. സംഘടനാ തലത്തിലാണെങ്കിലും പാർട്ടിയിലാണെങ്കിലും മന്ത്രിയായിരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ വളരെ സജീവമായി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു. സംഘടനാ തലത്തിൽ വിവിധ പദവികൾ വഹിച്ചാണ് അദ്ദേഹം ആദ്യം 1992 തെരഞ്ഞെടുക്കപ്പെടുന്നത്. നിയമസഭാംഗമായി പിന്നീട് മന്ത്രിയായി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു വാഹനാപകടം സംഭവിച്ചിരുന്നു. അതിനെ തുടർന്ന് ഏറെക്കാലമായി ഇവിടെ വീട്ടിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് വീട്ടിൽ വിശ്രമം തുടരുന്നതിനിടെ ഇന്ന് രാവിലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന താനൂർ ഈ ബീച്ച് റോട്ടിലെ വീട്ടിൽ വെച്ച് അന്ത്യം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മലപ്പുറത്തുകാരെ സംബന്ധിച്ച്, താനൂരുകാരെ സംബന്ധിച്ച് പ്രിയപ്പെട്ട കുഞ്ഞിക്കാക്കയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടിയിലൊരു ബുദ്ധിജീവി, വളരെ വായനാശീലമുള്ള വ്യക്തിയായിരുന്നു. അത്തരത്തിൽ സാർത്ഥികനായിരുന്നു, പാർട്ടിയുടെ ഒരു ബുദ്ധിജീവിയായിരുന്നു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അനുശോചനം രേഖപ്പെടുത്തിയ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മളോട് പങ്കുവച്ചത്. ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രിയോടുകൂടി നടക്കുമെന്നുള്ളതാണ്. പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. എന്തായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഖബറടക്കവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു. 8:30 മണിക്കെന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അത് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പറയും ഏകദേശം. ഒന്നും താങ്കളെ കിട്ടിയിട്ടില്ല. താങ്കളോട് മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണെങ്കിലും ഈ ഭിന്നശേഷി വിഭാഗങ്ങളിലൊക്കെ തന്നെ സജീവമായി ഇടപെട്ടിരുന്ന നിരവധി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. പിന്നീടും വലിയ മുതൽക്കൂട്ടായിരുന്നു പിന്നീടുണ്ടായിരുന്ന മന്ത്രിമാർക്ക്. അദ്ദേഹം പ്രത്യേകമായി വ്യക്തിമുദ്ര പതിപ്പിച്ച പല രംഗങ്ങളും ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെയാണ് പഞ്ചായത്ത് ഭരണത്തിൽ, അതുപോലെ നിയമനിർമ്മാണത്തിലും ഒക്കെ അദ്ദേഹം പ്രത്യേകമായ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിച്ച, സംഭാവന നൽകിയ പല രംഗങ്ങളുണ്ട്. ഭിന്നശേഷിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വരും. അതിൻ്റെ പേരിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പറഞ്ഞത് വളരെ കറക്റ്റാണ്. സംഘടനാ തലത്തിലാണെങ്കിലും വലിയ വായനാശീലമുള്ള വ്യക്തിയായിരുന്നു, ഒരു ബുദ്ധിജീവി തന്നെയായിരുന്നു അല്ലേ പാർട്ടിയെ സംബന്ധിച്ച്. സംഘടനയിൽ പരിസ്ഥിതി, അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളിലൊക്കെ പാർട്ടി എപ്പോഴും ആധികാരികമായി ഏൽപ്പിക്കുക കുട്ടിയാമുട്ടിയാണ്. കാരണം അദ്ദേഹം പല വിഷയങ്ങളെ സംബന്ധിച്ചും വളരെ അവഗാഹമുള്ള, നല്ല വായനാശീലം ഉള്ള ആളായിരുന്നു. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർട്ടി എപ്പോഴും ആശ്രയിച്ചിരുന്ന സാമൂഹ്യ സാംസ്കാരിക, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള പരിസ്ഥിതി വിഷയങ്ങളിലൊക്കെ വലിയ താല്പര്യം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ നിലയിലൊക്കെ പാർട്ടിക്ക് ഇത് കനത്ത നഷ്ടം തന്നെയാണ്. അതുതന്നെയാണ് സുജയ. വലിയ ഇടപെടലുകൾ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു. മുൻ മന്ത്രിയായ PK അബ്ദുറബ്ബ് സാഹിബ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ? കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി വളരെ അടുത്ത സുഹൃത്തുക്കളായി പ്രവർത്തിക്കുന്നവരാണ്. നിയമസഭയിൽ ഞങ്ങൾ ഒന്നിച്ച് 10-15 വർഷക്കാലം ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മണ്ഡലമായ തിരൂരങ്ങാടിയിലെ MLA അദ്ദേഹവും, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ താന്നൂരിലെ MLA ഞാനുമായിട്ട് തന്നെ 10 വർഷം അങ്ങനെ പ്രവർത്തിച്ചിരുന്നു.
അതിനുശേഷം എന്നും കാണുന്ന വ്യക്തികൾ, സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിയമസഭയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ വളരെയേറെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. വളരെ സൗമ്യനാണ്. വളരെ എല്ലാ കാര്യങ്ങളും വായിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഒരു പരന്ന വായനക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അഭാഗമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുനാൽ സാഹിബ് പറഞ്ഞതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാന വാക്കായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോയതാണ്. പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. സുജയ, തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാത്രി 8:30 കൂടിയാണ് താനൂർ വടക്കേപ്പുറം മസ്ജിദിലാണ് മയ്യത്ത് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള നടക്കുക. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാത്രി സംസ്കാര ചടങ്ങുകൾ നടക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരും. മുസ്ലിം ലീഗിൻ്റെ മറ്റു നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയൊരു തീരാനഷ്ടം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചും രാഷ്ട്രീയ കേരളത്തിനും കുട്ടി അഹമ്മദ് കുട്ടിയുടെ വിയോഗം എന്നുള്ളത്. സുജയ.